ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ്. മാമറേസ് നമ്മള് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ നമുക്കൊരു ബോട്ട് സഫാരി ഉണ്ട്. അത് ഇന്നലെ നടക്കേണ്ട ബോട്ട് സഫാരി ആയിരുന്നു. പക്ഷെ അത് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവർ പോസ്റ്റ്പോൺ ചെയ്ത് ഇന്ന് ആക്കിയിട്ടുണ്ടായി. അപ്പൊ നമ്മൾ അതിന് പോവാണ്. നമ്മളിപ്പോ ഇവിടെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മുടെ ഈ ബാഗ്സ് ഒക്കെ ഇവിടെ തന്നെ വെക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിക്കണം. ഇത് ഓൾമോസ്റ്റ് 6 hours ഉണ്ട് ഈ ബോട്ട് സഫാരി. വെതർ ഓക്കെ ആണ്. ഇന്നലത്തെ അത്ര കാറ്റൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ടാണ്. വെയിൽ ഇതുവരെ വന്നിട്ടില്ല, മഴ തന്നെയാണ്. ഹലോ, ഇതാണ് ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയ. അപ്പൊ നമ്മള് റൂം വെക്കേറ്റ് ആയി. ബാഗൊക്കെ അവിടെ വെച്ചോളാൻ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര നൈസ് പീപ്പിൾസ് ആണ്. എല്ലാവരോടും ഭയങ്കര വെൽക്കമിങ്ങും നല്ല മാനേഴ്സോടുകൂടി ആണ് എല്ലാവരും പെരുമാറുന്നതൊക്കെ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, ലൈറ്റായിട്ട് തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുൾ സമ്മർ ഡ്രസ്സായിട്ടാണ് വന്നത്. ഇവിടെ സമ്മർ ആയിരിക്കും എന്ന് വെച്ചിട്ട്. ഇവിടെ സമ്മറാണ്, പക്ഷേ 2 ദിവസമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മഴയും ഒരു ലൈറ്റ് തണുപ്പുമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു ഷിപ്സിനൊരു ഹുഡി മേടിക്കാമെന്ന് വിചാരിച്ചു. ഹുഡി മേടിച്ചിട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് നമ്മുടെ ബോട്ട് സഫാരിയുടെ ടീം ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ പോയിട്ട് നിൽക്കണം. എനിവേ ഞങ്ങളിപ്പോൾ ഒരു ഹുഡി എടുക്കട്ടെ. മഴ നൈസായിട്ട് കൂടി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ നടക്കാൻ. 1 കിലോമീറ്റർ അല്ല, 1 മൈലേ ഉള്ളൂ നടക്കാൻ. ബട്ട് ഞങ്ങളൊരു ടാക്സി വിളിച്ച് പോകുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നനഞ്ഞ് പണിയാവും. ടാക്സിയിൽ കയറി. ഇവിടെ 1 മൈല് പോകാൻ വേണ്ടി 7 pounds പുള്ളി വാങ്ങിച്ചത്. ഇവിടെ യൂബറും ഫ്രീനവും ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ വർക്കാവുന്നില്ല. അതൊന്നും ഇവിടെ ആക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ലോക്കൽ ടാക്സീസ് തന്നെയാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫുൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ ടാക്സി സ്റ്റോറുകൾ ഉണ്ടാവും, ഇത് ക്യാബിൻ പോലെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഇവരോട് എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലം. ഇതൊരു ബോട്ട് പോലെ ഇരിക്കുന്നുണ്ട്. കുറെ ബോട്ട്സ് ഒക്കെ Make a U-turn, then the destination is on your right. ഇവിടെയാണ് ഡെസ്റ്റിനേഷൻ പറയുന്നത്. ഇവിടെ ഇത് നിറയെ ബോട്ട്സ് ഒക്കെ നിർത്തി ഒരു പോർട്ട് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഫാൻസി ബോട്ട്സ്, ഈ പൈററ്റ് ഷിപ്സ് ഒക്കെ പോലെ. ഇത് കണ്ടില്ലേ, നൈസ് ബോട്ട്സ് ഉള്ളൊരു സ്ഥലം. 9:15 നമ്മളോട് ഇവിടെ എത്താൻ പറഞ്ഞത്. എനിവേ മഴയാണ്, ഇതെങ്ങനെയാണ് വർക്ക് ആവാൻ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ വന്ന ടാക്സി ഡ്രൈവറും പറഞ്ഞത് അതാ, മഴയാണ്, ബോട്ട് സഫാരി എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല. ബട്ട് കാറ്റൊന്നുമില്ല ഇന്നലത്തെ അത്ര. ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നല്ലോ. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. ഇത് കൊള്ളാല്ലേ, നൈസാണ്. ഇതിലേതാണ് നമ്മുടെ ബോട്ടെന്ന് അറിയില്ല. ഇവിടെ ആളുകളും ഇല്ല. നമ്മുടെ പിക്കപ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. ഇതിലേതാണ് ബോട്ട് എന്ന് ഇനി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വരും തോന്നുന്നു. മേ ബി അവിടെ വേറൊരു ബോട്ടും കൂടി അങ്ങ് ദൂരെ നിർത്തിയിട്ടുണ്ട്. ഏതാണെന്ന് അറിയില്ല. ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ല ഈ ടൈമിൽ. 10 മണി ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞ ടാക്സി ഡ്രൈവർ. എനിവേ ആ ബോട്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതിൽ ആളുകളുണ്ട്, ഇതിലൊന്നും ആളുകൾ കാണുന്നില്ല. നോക്കട്ടെ. മൂഞ്ചി ഗൈസ്, മൂഞ്ചി. ഇന്നും മഴ ചതിച്ചു. ഞങ്ങളിപ്പോൾ പിക്കപ്പ് പോയിന്റിൽ വന്ന ഏജൻസീനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് സീയിൽ സ്ട്രോമാണ്, മഴയാണ്, അപ്പോൾ ഇന്നും ക്യാൻസലാണ്, പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റീഫണ്ട് തരാമെന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോവാണ്. സോ റീഫണ്ട് അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. സോ വി മിസ് ദി ബോട്ട് സഫാരി. ഹോപ്പ്ഫുള്ളി നമ്മൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒലോഡനിസിലേക്ക് പോകാൻ നോക്കുകയാണ് ഇപ്പോൾ.
അപ്പോൾ ഹോപ്പ്ഫുള്ളി അവിടെ ബോട്ട് സഫാരി ഉണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. എനിവേ അതെ, നാളെ ഫുൾ സണ്ണിയാണ് കാണിക്കുന്നത്, സണ്ണി ആൻഡ് ഹോട്ടാണ് കാണിക്കുന്നത്, വെതർ കാസ്റ്റിംഗ്. ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി, ബാഗെല്ലാം എടുത്ത് ഇനി ഒലോ ടെന്നീസിൽ പോകാനുള്ള എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ബസ് ഉണ്ടെന്ന്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു ബസ് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവർ ബസ് സ്റ്റേഷനിൽ വിടാം, അവിടെ നിന്ന് നമുക്ക് ഫെറ്റി എന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ടേക്കുള്ള ബസ് കിട്ടും, അവിടെ നിന്ന് ടാക്സി എടുത്ത് പോയി കഴിഞ്ഞാൽ ഒലോ ടെന്നീസ് എത്തും. ബസ്സല്ല, ഒരു വാൻ പോലെ ഇരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഇതാണ് മാമറിസ് ബസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഫെറ്റിയെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ആ ഡ്രൈവർ ആ ബസ് സ്റ്റോപ്പ് ചെയ്തത്. ആള് ബസ്സും കാണിച്ചു തന്നു. ഇത് ബസ്സല്ല, വാനാണ്. ഇത് ഫെറ്റിയെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബസ്സിലൊരു 2.5 hours ട്രാവലുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ATM സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴും മഴ തന്നെയാണ്. എനിവേ വെതർ നോക്കിയിട്ട് നാളെ ഒലോ ടെന്നീസിൽ സണ്ണിയാണ് കാണിക്കുന്നത്. അപ്പോൾ മേ ബി അവിടെയെങ്കിലും നമുക്ക് ബോട്ട് സഫാരി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഫെറ്റിയിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ATM നോക്കിയിട്ട് കിട്ടിയില്ല. സെൻട്രലിൽ തന്നെ പോകണം ATM എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഒരു ലേഡിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബസ്സിലെല്ലാം കാർഡ് എടുക്കും. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ മാമറൈസ് അണ്ടിൽ നെക്സ്റ്റ് ടൈം. എന്തായാലും നമുക്ക് ഈ സ്പോട്ട് ഒന്നുകൂടെ വരണം. കുറച്ചുകൂടെ നല്ല വെതറെല്ലാം നോക്കി സമ്മറിൽ വരണം. അപ്പോൾ നമുക്ക് ബോട്ട് ട്രിപ്പൊക്കെ ഇവിടെ വന്ന് എടുക്കാം നെക്സ്റ്റ് ടൈം. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. 140 kilometers മറ്റോ പോകാനുണ്ട്. അതിന് ജസ്റ്റ് 5 pounds ആണ് ആയത്. ഞങ്ങൾ നേരത്തെ അവിടെയൊക്കെ ഒരുപാട് ടാക്സിക്കാരോട് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം ഏകദേശം ഒരു 100 pound 120 pound ഒക്കെ പറഞ്ഞത്. ഇതിന് ജസ്റ്റ് 5 pounds. പബ്ലിക് ട്രാൻസ്പോർട്ട് കൊള്ളാം ഇവിടുത്തെ. ടർക്കി മെട്രോപൊളിറ്റൻ ബസ് എന്നാണ് ഇതിൻ്റെ പേര്. എന്ത് പറ്റി? ഫുൾ ഷോകം മൂടാണല്ലോ. പിന്നല്ലാണ്ട് രാവിലെ ഉറക്കം കംപ്ലീറ്റ് അല്ലാണ്ട് എന്നിട്ട് എണീറ്റ് വന്നപ്പോൾ മഴയും മുടിയുമില്ല, സമ്മർ ഡ്രസ്സും നടക്കും. എന്നിട്ട് നമ്മളെ ബോട്ട് സഫാരിക്ക് പോയി. അവിടെ നിൽക്കും ബോട്ടില്ല. എനിക്ക് മൊത്തത്തിൽ ഞാൻ തിരിച്ചു ഒരു ട്രിപ്പ് വന്നിട്ട് ഞാനിങ്ങനെ ഫ്രസ്ട്രേറ്റ് ആവുമ്പോൾ വിചാരിച്ചില്ല. പക്ഷെ നീ ഇങ്ങനെ എത്ര കൂളായിരിക്കും നാളെ വെതർ കാസ്റ്റ് നോക്കിയിട്ടുണ്ട്. നാളെ ഫുൾ വെയില, ഒറ്റ ദിവസം വെയിലുള്ളൂ. ആയാ മതി. അതെ, ആവണം. അവിടെ പോയിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഫോട്ടോ. അതെ അതെ. അപ്പൊ അതാണ് ഭയങ്കര സാഡ് ആയിട്ടുണ്ടോ. ഞാൻ സെയിം ജാക്കറ്റ് ഇട്ടോണ്ടിരിക്കുന്നത് 2 days ആയിട്ട്. അതാണ്. പക്ഷെ നല്ല രസമില്ല ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. കുറെ പുതിയ ആൾക്കാര് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് പോകുന്ന. ആക്ച്വലി നമ്മള് ഇവിടുന്ന് ടാക്സ് നോക്കിയിട്ടുണ്ടായില്ല. ലഗേജസ് അത് ഞാൻ ഓൾറെഡി ഇവരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺഫേം നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. പിന്നെ ഇവിടേക്ക് വന്നിട്ട് പരിചയമുള്ള ആരും ഇല്ല. നമ്മളായിരിക്കും ആദ്യമായിട്ട് വരുന്നത്. ഒരു ഏഷ്യൻസ് പറയാം. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിൽ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാല് അവര് നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബസ് ചോദിച്ചു, ബസ് എങ്ങനെ കയറാ, ഇത് ബസ്സാണോ എന്ന് തന്നെ നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ അവര് നമ്മളെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി വിട്ടിട്ട് പോകുന്ന അങ്ങനെ ഒരു അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടീം ഓഫ് ആൾക്കാരാണ് ടർക്കിഷ് പീപ്പിൾ. ഭയങ്കര സ്നേഹം, നല്ല എന്താ പറയാ, ഭയങ്കര പാവങ്ങളായിട്ടുള്ള മനുഷ്യന്മാര്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര വെൽക്കമിംഗ് ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാലും ഒക്കെ ഒരു 4-5 പേര് വെൽക്കം ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര നൈസായിരുന്നു. ഹായ്, ഫൈനലി ഞങ്ങൾ ഫെറ്റിയെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. ബാക്കിൽ നല്ല മലയൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ആദ്യമായിട്ട് ഈ രാജ്യത്ത് വന്നിട്ട് സൂര്യനെ കണ്ടു. വെയിൽ വന്നിരിക്കുന്നു ഗൈസ്. അതെ, മുഖമൊക്കെ തെളിഞ്ഞു. സമ്മർ ഡ്രസ് ഇടാൻ വേണ്ടി. ഇനി
ഇവിടെ നിന്ന് ടാക്സി ഉണ്ട്. ആ ടാക്സി എടുത്ത് 15 മിനിറ്റ്സ് ആണ് ഗൂഗിൾ മാപ്സിൽ കാണിക്കുന്നത്. ടാക്സി നോക്കട്ടെ. ടാക്സി എടുത്ത് ഒല്ലോ ടെന്നീസിലേക്ക് പോകണം. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ അവിടെയാണ്, ഒല്ലോ ടെന്നീസ് സിംബോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ടാക്സി നോക്കാം. ടൗൺ ഇങ്ങനെ നടന്നു വരുമ്പോൾ നൈസ് വ്യൂ ആണ്, നല്ല ലാൻഡ്സ്കേപ്പ്. ഒരു മലയുടെ താഴ്വാരം പോലെ ഒരു വാലിയാണ് ഇവിടെ കാണുന്നത്. ഈ ATM-ൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കിയപ്പോൾ ഇവിടെ സർവീസ് ചാർജ് ഉണ്ട്, ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ട്. അപ്പോൾ ഇനി വേറെ ATMs നോക്കട്ടെ. എന്തായാലും ഈ സ്ട്രീറ്റിൽ അങ്ങോട്ടേക്കൊന്ന് നടന്നു നോക്കാം. വേഗം എല്ലാം കൂടെ പിടിച്ച് നടക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ ഷിപ്സ് അവിടെ ഒരു സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ നടന്നു. ഇവിടെ ഒരുപാട് ATMs കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ATM-ൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെയുള്ള എല്ലാ ATM-ലും ട്രൈ ചെയ്ത് നോക്കി. ഫൈനലി വൈസ് രക്ഷിച്ചു. വൈസിന് ഇവിടുത്തെ കറൻസി ലിറ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു ATM-ൽ വൈസ്, പക്ഷേ മോൺസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 8% ട്രാൻസാക്ഷൻ ചാർജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വൈസ് ഓക്കെയാണ് ഇവിടെ ആ ഒരു ATM-ൽ. എനിവേ അത്യാവശ്യത്തിനുള്ള ക്യാഷ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ലിറ. 50 പൗണ്ടാണിത്. 50 പൗണ്ട് ഇവിടുത്തെ ലിറയാക്കുമ്പോൾ ഒരുപാട് ക്യാഷായിട്ട് കൈ കിട്ടുന്നുണ്ട്. കൈ നിറയെ ക്യാഷാണ്. 2500 ലിറ. എനിവേ ഇനി നമുക്ക് ടാക്സി നോക്കാം. ഇവിടെ കുറേ ഡ്രൈവേഴ്സ് ഇരിക്കുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. നമുക്ക് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് നോക്കാം. വീണ്ടും ബസ് എന്ന് പറഞ്ഞ് ഒരു മെർസിഡസിൻ്റെ വാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ടാക്സി വിളിക്കണ്ട, ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പോകാനേ ഉള്ളൂ. ഇത് നമ്മൾ ആ ടൗണിൽ നിന്ന് പറഞ്ഞ പോലെ ഒരു കൊടൈക്കനാൽ പോലെ തന്നെ ഉണ്ട്. കൊടൈക്കനാൽ നമ്മൾ ചുരമൊക്കെ കയറി പോകുന്ന ആ റൂട്ടില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. കുറേ പൈൻ ഫോറസ്റ്റും കുറേ ഹരിതാപിയും പച്ചപ്പൊക്കെ ആയിട്ട്. അങ്ങനെ ആ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കുറേ ക്ലബ്ബുകളൊക്കെ ഉള്ളൊരു സ്ഥലം. ആ ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഇറങ്ങിയാൽ മതി, ഇവിടെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതല്ല വ്യൂ, ഇതിൻ്റെ ഓപ്പോസിറ്റിൽ സീ ദിസ് ഗൈസ്. അന്ന് ഇറങ്ങിയിട്ടുള്ള നല്ല ബ്ലൂ സീ, ക്രിസ്റ്റൽ ബ്ലൂ സീ. സോ ഗൈസ്, ഒല്ലോ ടെന്നീസ് ബീച്ചിൻ്റെ ഒരു ഫുൾ മാപ്പ് തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒല്ലോ ടെന്നീസ് കുംബുർണു പ്ലാജി, അങ്ങനെയാണ് ഈ ബീച്ചിനെ ടർക്കിഷ് ലാംഗ്വേജിൽ പറയുന്ന ബീച്ച് ഓഫ് ലഗൂൺ. എനിവേ നമ്മുടെ ബുക്ക് ചെയ്ത ഹോട്ടൽ ഇവിടുന്ന് ഒരു 800 മീറ്റേഴ്സാണ്. അപ്പോൾ ഈ വ്യൂ സീൻ ഒരു രക്ഷയില്ല. ഇനി ഇവിടെ നിന്ന് ഒരു 800 മീറ്റേഴ്സ് നടക്കണം. ഇവിടെയും ചെറുതായിട്ട് മഴയാണ്, പക്ഷേ ഈ ബീച്ച് ഒരു രക്ഷയില്ല. ഭയങ്കര ബ്ലൂ കളറിൽ കിടക്കുന്ന. എനിവേ ഇനി സ്ട്രെയിറ്റ് ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇങ്ങോട്ടേക്കാണ് കാണിക്കുന്നത്. ഇവിടെ ഫുൾ മലയാണ്. ഞാൻ അങ്ങോട്ട് നടന്നു നോക്കാം. ഈ സൈഡ് ഫുൾ പബ്ബാണ്. ഈ പബ്ബ് കൊള്ളാം. ടൈഗർ ബീച്ച് ഇങ്ങോട്ടേക്കാണ് കാണിക്കുന്നത്. നടന്നു നോക്കാം. ഇവിടെയൊക്കെ ബീച്ച് ക്ലബ്സ്, ഷാക്സ് ഒക്കെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്.
സീ ഉണ്ടോ? യെസ്. വ്യൂ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇതിന്റെ ബ്ലൂ കളർ എത്രത്തോളം ഇതിൽ കറക്റ്റായി കാണുന്നുണ്ടെന്ന് അറിയില്ല. എനിക്ക് ഞാൻ ഈ ഫോണിൽ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് ഈ നമ്മുടെ സ്വിമ്മിങ് പൂളൊക്കെ പോലെ ഇരിക്കുന്നത്, അത്രയും ക്ലിയർ ബ്ലൂ കളറിലായിരിക്കുന്ന. എനിവേ നമ്മൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലെ വ്യൂ വലിയൊരു മല. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ മറ്റേ മോണ്ടിനീഗ്രോ പറഞ്ഞ പോലെ നമ്മുടെ മൂന്നാറൊക്കെ കൊണ്ടുവന്ന് ഒരു ബീച്ചിൽ വെച്ച് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഇനി ഹോട്ടൽ കണ്ടുപിടിക്കണം. 10 മിനിറ്റ്സ് വാക്കും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മലയുടെ പൊക്കത്തിൽ എവിടെയാണ് ഹോട്ടൽ ഇരിക്കുന്നത്. എന്തായാലും നടക്കട്ടെ. ഇവിടെ എല്ലാം ഫുൾ ഷാക്സ് ആണ്. ഈ സൈഡിലും ഫുൾ ഓരോ ഷോപ്പും ഷാക്സ് ആണ്. നമ്മളിപ്പോൾ വന്നിറങ്ങിയപ്പോഴേ കുറേ ഇവിടുത്തെ ഗൈഡ്സിനെയൊക്കെ കണ്ടു. അവരുടെ ലീഫ്ലെറ്റ് ഒക്കെ തന്നു. അവർ പറഞ്ഞേ നാളെ പക്ക സണ്ണി വെതറാണ് കാണിക്കുന്നത്. അപ്പോൾ ബോട്ട് ട്രിപ്സും ഇതെല്ലാം നാളെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. എനിവേ ഈ സ്ഥലം മാമറസിനേക്കാളും എനിക്ക് ഈ ഒരു ഫസ്റ്റ് വ്യൂവിൽ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. അത് വേറൊരു ഭംഗിയുണ്ടായിരുന്നു. ഇംപ്രസീവ് ആവുന്ന ഒരു ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത്. അതെ, അതെല്ലാം അടുത്തായിരിക്കുന്നത്. മാമറസിലും ബീച്ചും മൗണ്ടെയിൻസ് തന്നെയാണ്. പക്ഷെ ഈ ബീച്ചും മൗണ്ടെയിനും ഭയങ്കര അടുത്തായിരിക്കുന്നത്. ഇത്രയും അടുത്താണ് ഇരിക്കുന്നത്. ഭയങ്കര മഴ കൂടി ഗൈസ്. നമ്മൾ താഴേന്ന് പറഞ്ഞ പോലെ കുന്നിൻ്റെ പൊക്കത്തിൽ തന്നെയാണ് നമ്മളെ ഹോട്ടല്. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്. പക്ഷെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് വരെ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഹൈക്ക് ചെയ്ത് മുകളിലേക്ക് കയറി പോകണം. സ്ഥലം സ്പോട്ട് ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ ബോർഡ്. സിംബോള വന്നോട്ടന് ബീച്ച് ഹോട്ടൽ. ഇതാണ് നമ്മൾ ഇന്നും നാളെയും സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടല്. ഇത് ആ കറക്റ്റ് ആ ഹില്ലിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. റൂം ഒരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് അവിടെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. മഴയാണ്. അതിൻ്റെ റൂം റെഡി ആയിരിക്കുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക റൂമിലേക്ക്. കയറി പോകണം. ഇതൊരു ഹില്ലിലായതുകൊണ്ട് ഒരുപാട് സ്റ്റെപ്പ് കയറി പോകണം. ഈ ഹോട്ടൽ നിറയെ ഇതുപോലെ വോക്കിൻ വില്ലാസാണ്. ഇതാണ് നമ്മുടെ റൂം. ജസ്റ്റ് റൂമിൽ കയറി. ബോഗൻവില്ലേക്കുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ
നല്ല സീ വ്യൂ ഉണ്ട്. 104 മുകളിലേക്കൊക്കെ ഇനിയും അങ്ങോട്ടങ്ങോട്ട് റൂംസ് ഉണ്ട്. This is our room. ഫുൾ സ്റ്റോൺസ് ആണ്, താഴെയും ഫുൾ ടൈൽ സ്റ്റോൺസ് പരിപാടിയാണ്. ടിപ്പിക്കൽ ടർക്കിഷ് കേവ് റൂംസ് ഒക്കെ പോലെ ഇരിക്കുന്നു. വിൻഡോ വ്യൂ സീ തന്നെയാണ്. ഇതാണ് ഈ റൂമിൻ്റെ ടോയ്ലറ്റ്. മറ്റേ ബ്ലൂ ബീച്ച് പോലെ ഫുൾ ബ്ലൂ ലൈറ്റ്സ് ആണ്. ഓക്കെ, നൈസ് ടോയ്ലറ്റ് ആണ്. എയർ ഡ്രയർ എല്ലാം ഉണ്ട്. കുറച്ചും കൂടി ഇന്നലെ നമ്മൾ മാമറസിൽ സ്റ്റേ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി നൈസ് ഹോട്ടലാണ്, നൈസ് സ്ഥലവുമാണ്. ഇനി ഞങ്ങൾ ഫസ്റ്റ് ലഞ്ച് കഴിക്കണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് ചോക്ലേറ്റ്സും ജ്യൂസും മാത്രമേ മാമറസിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് പ്ലാൻഡ് അല്ലായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ബസ് കിട്ടുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ ഹോട്ടലിൽ തന്നെ. അപ്പോൾ ഇനി അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടികൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ഫുൾ നനഞ്ഞുണ്ടായിരുന്നു, കാര്യം നമ്മൾ വരുന്ന വഴിയിൽ ഫുൾ മഴയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വേണ്ട നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് 3 o'clock ആയി ഇപ്പോൾ. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫുഡൊന്നും കിട്ടില്ല, ബിക്കോസ് മോർണിംഗ് തൊട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് ഗൈസ്. ഇത് ഒരു രക്ഷയില്ല, മൂഡ് ഐറ്റം, പൊളി ലാൻഡ്സ്കേപ്പ്. ഇവിടെയാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. താഴെ ഒരു പൂളുണ്ട്. ഈ ഒരു ആർക്കിടെക്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ലുക്ക് അറ്റ് ദിസ്. ഫുൾ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള. നൈസ് വിൻഡോസും നല്ല കളർ തീമും ഉള്ളതായിട്ട് വെരി നൈസ്. ഇതാണ് ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. നമുക്ക് ഇവിടുത്തെ ബീറിനെ കുറിച്ച് സംസാരിക്കാം. ഞാനിതിലത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കില്ലേ, പറയട്ടെ എന്താണ് ഈ ബിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എഫിസ് പിൽസൺ ടർക്കിയുടെ സ്വന്തം ബിയറാണ്. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിലും ഏത് ഷോപ്സിലും ചെന്നാലും ഈ ബിയർ കിട്ടും. ഈ ബിയർ ലണ്ടനിലുണ്ട്, ഞാൻ ചില ഷോപ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്മൂത്ത് ആൻഡ് ഇവിടെ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ മെനു എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ബിയർ ഇതാണ്. ഭയങ്കര സ്മൂത്ത് ആൻഡ് ഫൈൻ ടേസ്റ്റ് ആണ്. 100% മാൾട്ട്, 5% ആൽക്കഹോൾ. ചെറിയ ബോട്ടിലാന്ന് തോന്നുന്നു അല്ലേ? ചെറിയ ബോട്ടിലാ, നല്ല സുഖ, നല്ല ബിയറാ. ഞങ്ങളിതാ 10 മിനിറ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ഹോട്ടലിലെ പൂളിലാണ്. ഫൺ ടൈം. പൂളിൽ മാത്രമേ ചൂടുള്ളൂ, ഇറങ്ങിയാൽ ഫുൾ തണുപ്പ്. അതെ, അപ്പൊ നമ്മൾ സണ്ണൊക്കെ വന്നിട്ടുണ്ട്. സൺസെറ്റ് ആണ് ഇവിടെ.
ഇപ്പം നല്ല വെതറായി, അടിപൊളിയായി. പിന്നെ ഈ പൂള് ഹീറ്റഡ് ആണ്, 28 ഡിഗ്രി മറ്റോ സെൽഷ്യസ് ഉണ്ട് വാട്ടറിൻ്റെ. അപ്പോൾ നൈസാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി ഈ ഹോട്ടലിൽ വന്ന ആളുകളൊന്നും എല്ലാവരും റെസ്റ്റോറൻറ്റ്സിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നല്ല പ്രൈവസി ഉള്ള ടൈം നോക്കി ഇറങ്ങിയതാ. സൺസെറ്റ് കിട്ടി, പൂളിൽ നിന്നുള്ള സൺസെറ്റ്. എനിവേ, ചില്ലിങ് ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. ഹലോ, അപ്പോൾ നമ്മൾ പൂളിൽ കുളിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നമ്മുടെ റൂമിൽ വന്ന് കുളിച്ചു, ഫ്രഷായി. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. ഈ ഒലോഡെനിസിലെ നൈറ്റ് ലൈഫൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുന്ന വഴി നമ്മൾ ഒരുപാട് ക്ലബ്ബുകളും ഒരുപാട് ബാർ ഷാക്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നൈസാണ്. നൈറ്റ് ആകുമ്പോൾ ഓണായി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് നൈറ്റ് ഔട്ട് ഇൻ ഒലോഡെനിസ്. നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 8 o'clock ആയിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം ക്ലോസിംഗ് ടൈം കാണിക്കുന്നത് അറൌണ്ട് 2 to 3. അപ്പോൾ മീൻസ് നൈറ്റ് ഫുൾ ഓൺ ആയിരിക്കുന്ന ഒരു പ്ലേസ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലേറ്റ് ആയാലും സാരമില്ലല്ലോ, ടൈം ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം എങ്ങനെയാണ് നൈറ്റ് ലൈഫ് ഇൻ ഒലോഡെനിസ് എന്ന്. ഇവിടെ നൈറ്റ് ആയപ്പോഴേക്കും എല്ലാ സംഭവങ്ങളും ക്ലോസ് ചെയ്തു. ഇവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇന്നലെയാണ് ഇവിടെ സീസൺ തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഷോപ്സൊക്കെ ഓപ്പൺ ആയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കബാബ് ഷോപ്സ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെയുള്ള അധികം എല്ലാ ഹോട്ടൽസിൻ്റെ ഇൻഫർമേഷനും ഈ ബോർഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ATMs ഒക്കെ ഉണ്ട് ഇവിടെ. ബാക്കി ഇവിടെ തീരെ ഓണമല്ല ഇപ്പോൾ നൈറ്റിൽ കറൻ്റ്ലി. പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഓണമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഏജൻസി ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. അവിടെ നമ്മൾ നേരത്തെ കണ്ട് പരിചയപ്പെട്ട ഒരാൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു ഇങ്ങനെ ഈ ബോട്ട് ട്രിപ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ നാളെ നല്ല വെതറായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ 10:30 to 7 o'clock നമ്മൾ 6 ഐലൻഡ്സിലേക്ക് അവർ നമ്മളെ ബോട്ട് ട്രിപ്പായിട്ട് കൊണ്ടുപോകും. പാർട്ടി ബോട്ട്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെയാണ് ATMs ഒക്കെ ഇരിക്കുന്നത്. എനിവേ, ഇനി ഞങ്ങൾ എവിടെയെങ്കിലും കയറി നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി നാളെ ബോട്ട് ട്രിപ്സ് പരിപാടിയിലേക്ക് കാണാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇന്ന് ഓണല്ല അത്രയ്ക്കും. മാമറിസ് ഇതിനേക്കാളും ഓണായിരുന്നു നൈറ്റ് ആയപ്പോൾ. എനിവേ, അപ്പോൾ നാളെ കാണാം.